താമരശ്ശേരി ഫ്രഷ് കട്ട് അടച്ചുപൂട്ടിയ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ഫ്രഷ് കട്ടിന്റെ ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇടക്കാല ഉത്തരവ്. ഫ്രഷ് കട്ട് യൂണിറ്റിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉടൻ പരിശോധന നടത്തണമെന്നും നിർദ്ദേശം. ഫ്രഷ് കട്ടിന് അനുകൂലമായി പഞ്ചായത്ത് സെക്രട്ടറിയും റിപ്പോർട്ട് നൽകിയിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ നിലപാടെന്താണ്? താമരശ്ശേരി ഫ്രഷ് കട്ട് സ്ഥാപനം അടച്ചുപൂട്ടാനായിട്ട് കഴിഞ്ഞ ദിവസമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിറക്കിയത്. ആ ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഫ്രഷ് കട്ട് സ്ഥാപനം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ കൂടി ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്തു നിന്നും പരിശോധന ഈ യൂണിറ്റിൽ നടത്തണം. എൻവയോൺമെന്റൽ എഞ്ചിനീയർ പരിശോധന നടത്തിയ റിപ്പോർട്ട് അടുത്ത 13-ാം തീയതി ഹൈക്കോടതിയിൽ സമർപ്പിക്കുവാനും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംയുക്തമായിട്ട് ജില്ലാ കളക്ടർ നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും മലിനീകരണ നിയന്ത്രണ ബോർഡും ഒരു പരിശോധന നടത്തി അതിന്റെ റിപ്പോർട്ട് കൂടി ഹൈക്കോടതിയിൽ സമർപ്പിക്കാനായിട്ടുള്ള നിർദ്ദേശവും സിംഗിൾ ബെഞ്ച് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ അറവ് മാലിന്യം ഉള്ള ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് അറവ് മാലിന്യം ഒഴുക്കി കളയുന്നുണ്ടെങ്കിൽ അത് അത്തരം പരിശോധന നടത്തിയ ശേഷമായിരിക്കണം അത് കൃത്യമായിട്ട് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയും വേണം. മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ പഞ്ചായത്ത് സെക്രട്ടറി നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ കഴിഞ്ഞ ഈ ഒരു ഫ്രഷ് കട്ട് സ്ഥാപനത്തിൽ നിന്നും മാലിന്യമൊന്നും തന്നെ പുറത്തേക്ക് റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് തുറന്നു വിടുന്നില്ല, ഒഴുക്കി വിടുന്നില്ല എന്നുള്ളൊരു റിപ്പോർട്ടായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി നൽകിയത്. ഇക്കഴിഞ്ഞ 2-ാം തീയതിയാണ് പഞ്ചായത്ത് സെക്രട്ടറി ഈ യൂണിറ്റ്, ഈ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന യൂണിറ്റ് സന്ദർശിച്ചുകൊണ്ട് പരിശോധന നടത്തിക്കൊണ്ട് ശരി, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്.